നിങ്ങൾ ജീവിതത്തിൽ പശ്ചാത്തപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു, എന്നാലും അതൊരു വലിയ തോൽവിയായിപ്പോയല്ലോ. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട ബന്ധങ്ങളെപ്പറ്റിയാവും നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. കുറ്റം ആരുടെയോ ആവട്ടെ, പക്ഷേ അത് വലിയ വീഴ്ചയായിപ്പോയി. ഇനി ഒരിക്കലും എനിക്ക് തിരുത്താനാവാത്ത വലിയൊരു അബദ്ധം. അതും ആലോചിച്ച് കുറ്റബോധം കൊണ്ട് നേറിയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. If you can relate to what I am talking now, you must read Jack Gilbert's poem Flying and Falling. Before we begin, a word about the poet. Jack Gilbert was an American poet born in the year 1925. An interesting bit about the poet's life was that he never graduated from high school. But legend has it that he got accepted to the University of Pittsburgh thanks to a clerical error. അങ്ങനെയാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഏകാന്തതയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ കവിയുടെ കവിതകളിൽ ഏറെയും ബന്ധങ്ങളെപ്പറ്റി, നഷ്ടബോധത്തെപ്പറ്റി, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ തീംസ് എന്ന് പറഞ്ഞെങ്കിൽ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ ഗിൽബർട്ടിനെ തേടി എത്തിയിട്ടുണ്ട്. ആൻഡ് ദ പോയറ്റ് ഡൈഡ് ഇൻ ദി ഇയർ 2012. അദ്ദേഹത്തിൻ്റെ കവിത ഫ്ലൈയിങ് ആൻഡ് ഫോളിങ്. That's a very curious title, right? One that symbolizes a getting away from the prison of earth to the heights, towards the sky, towards the sun. Whereas falling, that's a failure. അതൊരു പരാജയമാണ്. ഉന്നതങ്ങളിൽ നിന്നുള്ള, ആകാശത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ്. ചിറകൊടിഞ്ഞ് മണ്ണിലേക്കുള്ള ഒരു പതനമാണ്, ഒരു പതിക്കലാണ്, അല്ലേ? അതൊരു പരാജയമാണ്. Let's see how this title is connected to the book. Flying and falling. Everyone forgets that Icarus also flew. It's the same when love comes to an end or the marriage fails and people say they knew it was a mistake, that everybody said it would never work. കവിത തുടങ്ങുമ്പോഴേ there is a reference to a Greek myth. Who was Icarus? He is the son of Daedalus, the famous craftsman. And they were both put in prison by a king. Daedalus, as I told you, was a master craftsman and he had a definite plan to escape from that prison. And he told his son that he was going to build wax wings for both of them. അദ്ദേഹം ഉണ്ടാക്കുന്ന മെഴുക് പത്രങ്ങൾ, മെഴുക് ചിറകുകൾ, അതുപയോഗിച്ച് അവർക്ക് അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടാം. അദ്ദേഹത്തിൻ്റെ മകനോട് പറയുകയാണ്. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, ഹീ വാണ്ട് ദ സൺ ഇക്കാരസ്. നെവർ ട്രൈ ടു ഗെറ്റ് ക്ലോസ് ടു ദ സൺ വൈൽ ഫ്ലൈയിങ്. എന്ത് പറ്റും? ആഫ്റ്റർ ഓൾ വി ആർ യൂസിങ് വാക്സ് വിങ്സ് വിച്ച് കുഡ് നോട്ട് സ്റ്റാൻഡ് ദ എക്സ്ട്രീം ഹീറ്റ് ഓഫ് ദ സൺ. ഉരുകിപ്പോവും, അതാണ് പ്രശ്നം. അപ്പോൾ അത് ആ ഒരു സൂര്യൻ്റെ അടുത്തെത്താതെ പറന്ന് രക്ഷപ്പെടണം. അതാണ് ആ ഒരു വാർണിംഗ്. ഇക്കാരസ് എഗ്രീഡ്. അങ്ങനെ അച്ഛനും മകനും കൂടി ഡെഡാലസ് ഉണ്ടാക്കിയ മെഴുക് ചിറകുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടെങ്കിലും ഡെഡാലസിൻ്റെ മുന്നറിയിപ്പ് ഏതോ ഒരു നിമിഷം അവഗണിക്കുകയോ മറന്നു പോവുകയോ ചെയ്തിട്ട് ഇക്കാരസ് സോ ടുവേർഡ്സ് ദ സൺ. ഹി ടുക്ക് ഇറ്റ്സ് എക്സ്ട്രീം ഹീറ്റ്, ഗോട്ട് ഹിസ് വിങ്സ് മെൽറ്റഡ്, ഹി ഫെൽ ഡൗൺ ആൻഡ് ഡൈഡ്. ഇക്കാരസിൻ്റെ വീഴ്ചയെപ്പറ്റി മാത്രമേ ആൾക്കാർക്കറിയൂ. അവൻ ഏറെ നേരം ആകാശത്ത് പാറി നടന്നതിനെപ്പറ്റി അവരോർക്കാറിയില്ല. Those were his glorious moments. Those were his moments of success. And we don't talk about the rise, the flight. We always talk about the fall, the failure. Same is the case with relationships, affairs, love affairs. ഒരു പ്രണയം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം വേർപിരിയലിൽ കലാശിക്കുമ്പോൾ, അത് പരാജയപ്പെടുമ്പോൾ ആൾക്കാർ പറയും, ഞങ്ങൾക്കറിയാമായിരുന്നു അവരൊരുമിച്ച് ഒരിക്കലും ഒരുമിച്ച് പോവില്ല എന്ന്. അത് തിരിച്ചറിയാനുള്ള ബോധം അവൾക്കുണ്ടായില്ലല്ലോ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. കവി എന്താ പറയുന്നത്? ബട്ട് എനിത്തിങ് വർത്ത് ഡൂയിങ് ഈസ് വർത്ത് ഡൂയിങ് ബാഡ്ലി. ഹീ ഈസ് സജസ്റ്റിംഗ് ദാറ്റ് it is better to have a go at something, get the experience and give up when you fail,
rather than not trying something because of this fear that you'd fail. തോറ്റുപോട്ടെ, എന്നാലും ആ അനുഭവമെങ്കിലും കിട്ടുമല്ലോ. Like being there by that summer ocean on the other side of the island while love was fading out of her. The stars burning so extravagantly those nights that anyone could tell you they would never last. Here, Gilbert explores certain moments of happiness from his married life. A married life that may have failed at the end. അവർ പിരിയുന്നതിന് മുൻപുള്ള കുറേ മനോഹരമായ നിമിഷങ്ങൾ കവി നമ്മൾ വായനക്കാരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. We can see her standing there by the summer ocean on the other side of the island. But the poet tells us one thing, that he could already see love going out of her, fading out of her, മങ്ങി തുടങ്ങിയ പ്രണയം. അതുപോലെ ആ രാത്രിയിൽ ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട്. And the poet warns the stars that with this rate of intensity, they may not last the night. So everything is coming to an end in the poem, and he could see that. പക്ഷേ എന്നിട്ടും ആ പ്രണയം അതിപ്പോഴും വളരെ ഇൻറ്റൻസാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിരിയാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ അണയാൻ പോകുന്ന പ്രണയത്തിൻ്റെ ഇതാണ് അവസ്ഥ. ഒരു രീതിയിൽ പറഞ്ഞാൽ വളരെ ഡാർക്കാണ്. പക്ഷേ കവി ആ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ ആ ഓർമ്മകൾ പോലും വളപ്പൊട്ടുകളായിട്ട് ഇങ്ങനെ മയിൽപ്പീലി തുണ്ടുകളായിട്ട് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. Every morning she was asleep in my bed like a visitation, the gentleness in her like antelope standing in the dawn mist. Each afternoon I watched her coming back through the hot stony field after swimming, the sea light behind her and the huge sky on the other side of that. Listen to her while we ate lunch. How can they say the marriage failed? A series of images from the poet's failed married life. Oh, can we call this failed after seeing all these beautiful images from the life of a poet? He remembers her asleep in his bed like an ethereal being, a divine being. And in the morning, she seemed like what? An antelope standing in the dawn mist. What a serene image that is. നമ്മൾ പലരും പിരിഞ്ഞു പോകുന്ന പങ്കാളിയെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരുപാട് വെറുപ്പോടുകൂടി, ഒരുപാട് ദേഷ്യത്തോടുകൂടി. ബട്ട് നോട്ട് ജാക്ക് ഗിൽബർട്ട്. ഹീ റിമെമ്പേഴ്സ് ഫോൺലി. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. And she was divine, gentle like an antelope standing in the mist. And in the afternoon, how he listened to her while they had lunch. The poet now asks, how can they say that his marriage failed? ഇത്രയും ആനന്ദാനുഭൂതികൾ നൽകിയ ഈ ഒരു വിവാഹം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എങ്ങനെയാണ് പരാജയമാവുന്നത്? Like the people who came back from Provence when it was Provence and said it was pretty, but the food was greasy. Provence is the region of southeastern France that borders the Mediterranean Sea. It's a beautiful place adjacent to Italy. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ സ്ഥലത്ത് പോയിട്ട് നമ്മൾ പറയുകയാണ് അവിടുത്തെ ഭക്ഷണം ബാക്കിയൊക്കെ കൊള്ളാം, അവിടുത്തെ ഭക്ഷണം കൊഴുപ്പേറിയതാണ്, അല്ലെങ്കിൽ ഇത്തിരി എണ്ണ കൂടുതലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ വളരെ പെസിമിസ്റ്റിക് ആയിട്ടല്ലേ കാണുന്നത്. നമ്മൾ പറയും അവർ വലിയ തോൽവികളാണെന്ന് പറയും. സെയിം ഇസ് ദ കേസ് വിത്ത് ദോസ് പീപ്പിൾ ഹു സേ ദാറ്റ് ദിസ് മാരേജ് ഇസ് എ ഫെയിലുവർ വിത്ത് ഓൾ ദോസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ്, മെമ്മറീസ്, സോ മെനി തിങ്സ് ടു റിമെമ്പർ. കവിതയുടെ അവസാന വരികളിലേക്ക്. I believe Icarus was not failing as he fell, but just coming to the end of his triumph. കവിതയുടെ തുടക്കത്തിൽ കണ്ട ആ ഗ്രീക്ക് മിത്തിലേക്കാണ് മടക്കം. Icarus may have fallen, but he did fly, and so his fall is only the closing of a beautiful success story. ഒരു മനോഹരമായ വിജയഗാഥയുടെ പര്യവസാനം മാത്രമാണ് ഈ ഒരു വീഴ്ച. അതൊരു പരാജയമേ അല്ല.